നമസ്കാരം. ഇൻവാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പല ബിസിനസ്സുകാർക്കും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് പാർട്ണർഷിപ്പ് പ്രൊപ്പറേറ്റർഷിപ്പ് ഫേമുകളിലാണ് ഇത് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഉടമസ്ഥൻ എത്ര രൂപ അവരുടെ പേഴ്സണൽ ഫിനാൻസ് അല്ലെങ്കിൽ ബിസിനസ് ഫിനാൻസ് ഇത് രണ്ടും തമ്മിൽ കൃത്യമായൊരു സെപ്പറേഷൻ ഉണ്ടോ? മിക്കവാറും എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു സെപ്പറേഷൻ ഇല്ല എന്നുള്ളതാണ് വിഷമകരമായ സത്യം. കാരണം എന്തിനാണ് അതിൻ്റെ ഒരു സെപ്പറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫെയിമിനെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക, നിങ്ങളെ ആസ് എൻ എംപ്ലോയി ആയിട്ടും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്ഥാപനത്തിൽ എടുക്കാൻ സാധിക്കുന്ന ഒരു സാലറി ഫിക്സ് ചെയ്തിട്ട് ഒരു പേഴ്സണൽ ഫിനാൻസ് സെറ്റ് ചെയ്യുകയും ആ സാലറിയിൽ നിന്നും നിങ്ങളുടെ സേവിങ്സും ബാക്കിയുള്ള ദൈനംദിന ചിലവുകളും അല്ലെങ്കിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ പേഴ്സണൽ ഫിനാൻസും ബിസിനസ് ഫിനാൻസും രണ്ടായിരം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് കൊണ്ടുപോയില്ലെങ്കിലൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ബിസിനസ്സുകാരും സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവർക്കൊരു സെക്കൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നോ ഒന്നും ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ പേഴ്സണൽ ഫിനാൻസും ബിസിനസ് ഫിനാൻസും മിക്സപ്പായി പോയതിൻ്റെ പല പ്രശ്നങ്ങളുണ്ട്. കൂടാതെ ചില ആൾക്കാർ അവരെടുക്കുന്ന അത്രയും തന്നെ ഉള്ളൊരു വിഡ്രോവൽസ് എടുക്കുന്നുണ്ടോ എന്ന് പോലും ഡൗട്ടുണ്ട്. എന്നാൽ ചില ആൾക്കാർ ആവശ്യത്തിൽ കൂടുതൽ വിഡ്രോവൽസ് എടുക്കുന്ന വഴി അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുമ്പോഴോ ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം, ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റും പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റും. അത് രണ്ടും കൃത്യമായ അത് വരുമ്പോൾ ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായി അത് കൊണ്ടുപോയില്ല എങ്കിൽ മുന്നോട്ടുള്ള നിങ്ങളുടെ ബിസിനസ്സിനെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചേക്കാം. ഓക്കെ, ഇവിടെയാണ് ഒരു കൺസൾട്ടൻസി അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഒരു അസസ്മെൻറ്റ്, നിങ്ങളുടെ ബിസിനസ് എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസിൻ്റെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ ബിസിനസ് ഫിനാൻസിൻ്റെ അവസ്ഥ എന്താണ്, ഈ എത്ര രൂപ ഞാൻ ഇതിന് എടുക്കാം, എങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ ഒരു കൺസൾട്ടൻസി എടുക്കാവുന്നതാണ്. ഇൻവാക്സ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഡിവിഷൻസിൽ ഒന്നാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കൺസൾട്ടൻസി. നിങ്ങൾക്ക് കൃത്യമായും അതുവഴി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എവിടെയൊക്കെ ചെയ്യണം, സെക്കൻഡറി ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയൊക്കെ ചെയ്യണം, ഒരു സെക്കൻഡറി ഇൻകം എവിടെ നിന്ന് ഉണ്ടാക്കണം, എത്രത്തോളം ഞാൻ ബിസിനസ്സിൽ ഫിനാൻസ് ഡിസിപ്ലിൻസ് കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിലിങ്ങിലേക്ക് പോകുക എന്നുള്ളതാണ് ആ ഡിവിഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഒരു പ്രോപ്പർ രീതിയിലുള്ളൊരു ഗൈഡൻസിൽ കൂടെ നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് നടക്കുക. കാരണം ബിസിനസ്സിൽ ഷോർട്ട് കട്ട്സുകളോ മാജിക്കുകളോ ഒന്നുമില്ല. ഒരിക്കലും ഒരു വ്യക്തി വിചാരിച്ചെന്ന് എഴുതിയിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ തളർത്താനോ സാധിക്കില്ല. അതിന് നിങ്ങൾ തന്നെ വിചാരിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് നിങ്ങൾ ഇത്രയും കാലം ആർജിച്ച നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഈ കൺസൾട്ടൻസി അല്ലെങ്കിൽ ഇതേപോലുള്ള അഡ്വൈസറി പീപ്പിൾസിന് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൃത്യമായൊരു അഡ്വൈസ് എടുക്കേണ്ട സമയത്ത് അഡ്വൈസ് എടുക്കുകയും അത് അതേപടി നടപ്പിലാക്കാൻ ശ്രമിക്കുകയും നിങ്ങളുടെ ഒരു ബേസിക്കായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താതെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളിൽ കൂടെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായ നേട്ടങ്ങളിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഓരോ ബിസിനസ്സായിട്ട് ഓർത്തിരിക്കേണ്ട കേസായിട്ട് ബിസിനസ് ഫിനാൻസും പേഴ്സണൽ ഫിനാൻസും തമ്മിൽ വ്യക്തമായ ഒരു വേർതിരിവുണ്ടോ, അത് കൃത്യമായി നിങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചോദിക്കുക. ഇല്ല എങ്കിൽ തീർച്ചയായും ഞങ്ങളെ സമീപിക്കുക, ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലത്തെ ഒരു വീഡിയോ വീണ്ടും മുന്നിലേക്ക് വരാം. Till then, bye.